ഇന്ന് ഓഗസ്റ്റ് 16 അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തൃശ്ശൂർക്ക് പോയല്ലോ അത്തപ്പൂക്കളം കാണാൻ. രാവിലെ ന്യൂസിനകത്ത് അത്തപ്പൂ കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ തൃശ്ശൂർക്ക് വിടാൻ. ഇവിടുന്ന് ഒരു 32 കിലോമീറ്ററൊക്കെ ഉണ്ട് ഷൊർണൂരിൽ നിന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ ബൈക്കിൽ പോയി. പിള്ളേർ രണ്ടുപേരും ഉണ്ട്. ചെറിയ ആൾ ഉറക്കത്തിലാണ്. പവിയേട്ടൻ വണ്ടി ഓടിക്കുക. പവിയേട്ടൻ്റെ ഹെൽമെറ്റ് കോയമ്പത്തൂർ ഇരിക്കുക, അതുകൊണ്ട് കൺമണിയുടെ ഹെൽമെറ്റാണ് വെച്ചേക്കുന്നത്. പിന്നെ വള്ളു പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. എൻ്റെ ഹെൽമെറ്റ് വെച്ചേക്കുക. പോകുന്ന വഴിക്ക് വിയൂര് കണ്ട് അവിടെ ഞങ്ങൾ നിർത്തി. അവിടെ ഫുഡിൻ്റെ ഒരു കൗണ്ടർ ഇട്ടിട്ടുണ്ട്. അവർ ജയിലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് അവർ കൗണ്ടറിൽ കൂടി ഇങ്ങനെ കൊടുക്കും. നല്ല ചീപ്പ് റേറ്റാണ് സാധനങ്ങൾക്ക്. ഇതിന് മുന്നേ ഞങ്ങൾ ഒരു വട്ടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ 10 എണ്ണം 30 രൂപയുള്ളൂ, മുട്ടക്കറി 25, ചിക്കൻ കറിയൊക്കെ 30, അങ്ങനെ റേറ്റ് എല്ലാത്തിനും കുറവാണ്. പക്ഷെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തവർക്ക് അത് വാങ്ങി കഴിക്കുക. ഇപ്പം ലോറിയൊക്കെ ഓടിക്കുന്ന വണ്ടിക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വേറെ ഇതൊന്നും കടയിൽ നിന്ന് കിട്ടിയില്ല, അവിടെ നിന്ന് മേടിച്ച് കഴിക്കാം. നല്ല അഫോർഡബിൾ റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ അത്തപ്പൂവൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡൊക്കെ കൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഞങ്ങൾ ആ റൗണ്ടിലിരുന്ന് അതൊക്കെ കഴിച്ചു. മരത്തിൻ്റെ തണലിൽ നല്ലൊരു ഫീലല്ലേ രാവിലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെ വെളിയിൽ പോയി. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഞങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ ഇങ്ങനെ എടുക്കും. ഞാൻ കൊച്ചിലെ ഫാമിലിയായിട്ട് ഞങ്ങൾ യാത്രയൊക്കെ പോകുമ്പോഴേ കൂടുതലും കടയിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുക. അത് ഞങ്ങളിങ്ങനെ ഫുഡ് കൊണ്ടുപോയിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുക. അതൊരു പ്രത്യേക ഫീലാണ്. പിള്ളേരെ കഴിപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ്. വീട്ടിലാകുമ്പോൾ നമുക്ക് പറയണ്ട. അപ്പോൾ പിന്നെ പുറത്ത് പോകുമ്പോഴത്തെ അവസ്ഥ പറയണം. പക്ഷേ എന്നാലും കുറച്ചുകൂടെ അവർ സഹകരിച്ചു. പിന്നെ ഞങ്ങൾ നടന്നു പോയപ്പോഴാണ് നെഹ്റു പാർക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഇരുന്നത്. അതുകൊണ്ട് തൃശ്ശൂരിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും പവിയേട്ടന് നല്ലതായിട്ട് അറിയാം. എന്നോട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇഷ്ടംപോലെ ഇതിലേക്ക് പാസ് ചെയ്ത് പോയതും നടന്നിട്ടുള്ളതും. അവിടെ അമ്പലത്തിൽ കിടക്കുന്നതിൻ്റെ അവിടെ കയറി ഫുഡ് എന്നും ഉച്ചയ്ക്ക് വന്ന് കഴിക്കുമായിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങി. അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴീ പാർക്കിൻ്റെ കാര്യം എനിക്ക് അറിയത്തേയില്ലായിരുന്നു. റൗണ്ടിനകത്ത് ഇങ്ങനെ വലിയൊരു പാർക്കുണ്ടെന്ന്. പവിയേട്ടൻ പറഞ്ഞു അതൊക്കെ ഉണ്ട്, വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി. അടിപൊളിയായിരുന്നു. ഏതായാലും ഒരു രക്ഷയില്ലായിരുന്നു. ഫ്രീ പാസ്സായിരുന്നു. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് പിള്ളേർക്ക് കയറാൻ. പിള്ളേർ രണ്ടും ഏതായാലും ഹാപ്പിയായിരുന്നു. അവർക്ക് അത്തപ്പൂവും മറ്റു കാര്യങ്ങളും കണ്ടതിനേക്കാളും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർക്കിൽ കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു ആ പാർക്കിലായിരുന്നു. അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി.